കഴിഞ്ഞ ദിവസം ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യ വിജയിച്ചിരുന്നു. ഈ വിജയം ആഘോഷിക്കാനായി ധാരാളം ജനങ്ങൾ രാജ്യത്തിന്റെ പല ഭാഗത്തും തടിച്ചുകൂടുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. പക്ഷേ ഉത്തർപ്രദേശിൽ വലിയ സംഘർഷത്തിലേക്ക് ഇത് നയിച്ചു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ലക്നൌവിൽ ന്യൂസിലൻഡിനെതിരെ ഇന്ത്യക്ക് വിജയം നേടിയ ശേഷം ICC ചാമ്പ്യൻസ് ട്രോഫിയുടെ വിജയം ആഘോഷിക്കാനായി ധാരാളം ആൾക്കാരാണ് അവിടെ തടിച്ചുകൂടിയത്. സഹാറൻപൂർ ഉത്തർപ്രദേശിലെ റോഡിൽ നൂറുകണക്കിന് ആൾക്കാർ അവിടെ തടിച്ചുകൂടിയതിനാൽ വലിയ തിക്കും തിരക്കും ഉണ്ടായതായിട്ടുള്ളൊരു റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. നാട്ടുകാരും മറ്റുള്ളവരും പോലീസിനെ വിവരമറിയിക്കുകയും ഗതാഗതമടക്കം സ്തംഭിച്ച ഒരു സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള പ്രശ്നം അവിടെ ഉണ്ടായ സ്ഥിതി പോലീസ് അവിടെ പാഞ്ഞെത്തുകയും ഉദ്യോഗസ്ഥർ ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ തുടങ്ങുകയും ചെയ്തു. എന്നിരുന്നാലും ഇന്ത്യൻ ടീമിനെ പിന്തുണയ്ക്കുന്നവരെ പിരിച്ചുവിടാൻ ശ്രമിച്ചതോടെ രംഗം അക്രമാസക്തമായതായിട്ടാണ് റിപ്പോർട്ട് പുറത്തു വരുന്നത്. സബ് ഇൻസ്പെക്ടർമാരിൽ ഒരാൾ ആഘോഷവേളയിൽ ഒരു കാണിയുടെ കയ്യിൽ നിന്നും ഒരു ത്രിവർണ്ണ പതാക വാങ്ങിക്കുകയുണ്ടായി. ആ ത്രിവർണ്ണ പതാക വാങ്ങിച്ചപ്പോൾ ആ ത്രിവർണ്ണ പതാക തലകീഴായി ഇൻസ്പെക്ടർ പിടിച്ചുവെന്ന് ആരോപിച്ച് വലിയ രീതിയിലുള്ള പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തു നിന്നുമുണ്ടായി. പോലീസിനെ അടക്കം ആക്രമിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. പോലീസ് ഉദ്യോഗസ്ഥരുടെ പ്രവർത്തിക്കെതിരെ പലരും പ്രതിഷേധിച്ചതോടുകൂടി സ്ഥിതി കൂടുതൽ വഷളാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. മിനിറ്റുകൾക്കുള്ളിൽ ജനക്കൂട്ടം SIക്കെതിരെ മുദ്രാവാക്യം വിളിക്കുകയും അദ്ദേഹത്തെ വളയുകയും ചെയ്തു. അടുത്തുള്ള ഒരു പോലീസ് പോസ്റ്റിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി. കാര്യങ്ങൾ കൂടുതൽ വഷളായപ്പോൾ ക്രമസമാധാനം നടപ്പിലാക്കാൻ 3 വ്യത്യസ്ത പോലീസ് സ്റ്റേഷനിൽ നിന്ന് കൂടുതൽ പോലീസുകാരെ വിന്യസിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ഹൈദരാബാദിലെ ദിൽസുഖ് നഗർ പ്രദേശത്തും സമാനമായ ഒരു സാഹചര്യമുണ്ടായി. ക്രിക്കറ്റ് ആരാധകർ തെരുവിലേക്ക് ഒഴുകിയെത്തി. ആവേശത്തിൽ ആർപ്പ് വിളിച്ചും നൃത്തം ചെയ്തും. എന്നിരുന്നാലും വൻ ജനക്കൂട്ടം പെട്ടെന്ന് നിയന്ത്രണാതീതമായി വളരുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. തുടർന്ന് പോലീസ് ലാത്തിചാർജ് നടത്തി ആഹ്ലാദ പ്രകടനത്തിൽ പങ്കെടുത്തവരെ പിരിച്ചുവിടാൻ നിർബന്ധിതരായി. ഇന്ത്യയുടെ വിജയവാർത്ത പരന്നതോടെ നൂറുകണക്കിന് ദിൽസുഖ് നഗറിൽ ആരാധകർ ഒത്തുകൂടുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. പതാകകൾ വീശുകയും പടക്കം പൊട്ടുകയും ടീം ഇന്ത്യയെ പിന്തുണച്ച് മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും ചെയ്തു. ആഘോഷങ്ങൾ ആവേശഭരിതമായിരുന്നുവെങ്കിലും താമസിയാതെ വലിയ രീതിയിലുള്ള ഒരു തിരക്കും ഗതാഗത കൂട്ടവും ഒരു കലാപ സമാനമായ ഒരു സാഹചര്യം അവിടെ ഉണ്ടായി. യുപിയിലെ പല ഭാഗത്തും ഇത്തരത്തിലൊരു സിറ്റുവേഷൻ ഉടലെടുത്ത സ്ഥിതിക്ക് ഇത് മറ്റെന്തെങ്കിലും ബാഹ്യശക്തികളുടെ ഒരു ഇതുകൊണ്ടാണോ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പോലീസ് അന്വേഷിച്ചു വരുന്നത്. കാരണം സമാനമായിട്ടുള്ള രീതിയിൽ പോലീസിനെ ആക്രമിക്കുന്ന പല സ്ഥലങ്ങളിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായി. യാതൊരുവിധ പ്രകോപനമില്ലാതെ ജനങ്ങൾ തടിച്ചുകൂടുകയും ക്രിക്കറ്റിന്റെ വിജയം ആഘോഷിക്കാനെന്ന രീതിയിൽ പോലീസുകാർക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്ന ഒരു സാഹചര്യം അസാമാന്യമായ ഒരു സാഹചര്യമാണെന്നാണ് പോലീസ് വിലയിരുത്തുന്നത്. ഉത്തർപ്രദേശ് സർക്കാരും ഈ വിഷയത്തെ വളരെ ഗൗരവപൂർവ്വമാണ് കാണുന്നത്. മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലും സമാനമായിട്ടുള്ള സംഭവങ്ങൾ ഉടലെടുത്തു എന്ന് മനസ്സിലായപ്പോൾ ഇതിനു പിന്നിൽ വിധ്വംസക ശക്തികളുടെ കൈകളുണ്ടോ എന്നുള്ളതാണ് പോലീസ് നിലവിൽ അന്വേഷിച്ചു വരുന്നത്. ആരാധകരുടെ വലിയ സംഘത്തെ പിരിച്ചുവിടാൻ പോലീസിന് വലിയ രീതിയിൽ പെടാപ്പാട് വരേണ്ടി വന്നു. ഇതിൽ പല പോലീസുകാർക്കും പരിക്കേൽക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.